ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 68 സങ്കീർത്തനം 19 തിരുവചനം. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തകന്റെ മനോഹരമായ ഏറ്റുപറച്ചിലാണിത്. അനുദിനം നമ്മെ താങ്ങുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. Our God is Jehovah Jireh. നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ പരിപാലിക്കുന്ന, വഴി നടത്തുന്ന വിശ്വസ്തനായ കർത്താവ്. നമ്മൾ എത്ര അനുഗ്രഹീതരാ പ്രിയപ്പെട്ടവരെ. ഇങ്ങനൊരു കർത്താവിന് നമുക്ക് സ്വന്തമായി കിട്ടിയില്ലേ. സാഹചര്യങ്ങൾ ഒന്നും കർത്താവിനൊരു വിഷയമല്ല. സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നമുക്കാണ് പലപ്പോഴും പ്രതിബന്ധങ്ങളായി തീരുന്നത്. കർത്താവിന് ഒരു സാഹചര്യവും തടസ്സമല്ല തന്റെ നിശ്ചയങ്ങൾ നിറവേറ്റാൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ഒന്നും കർത്താവിന് തടസ്സമല്ല പ്രിയപ്പെട്ടവരെ. ദൈവപരിപാലനയിൽ പുറമായും ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ വിവിധങ്ങളായ ഭാരങ്ങളുണ്ട്. നമ്മൾ എന്തുമാത്രം വചനം കേട്ടവരാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങള്, പലവിധ ആകുലതകള്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, വിട്ടുമാറാത്ത ചില കലഹങ്ങള്, പരാജയങ്ങള്, പ്രതിസന്ധികള്. എത്ര കഷ്ടപ്പെട്ടാലും ഒന്നിലൊരു പുരോഗതി ഇല്ലാതെ മാനസികമായി തകർന്നിരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങള് നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ പരിപാലനയിൽ നമ്മൾ ആശ്രയിക്കുക, അവിടുത്തെ കരുതലിൽ നമ്മൾ വിശ്വസിക്കുക. കർത്താവിന്റെ വിശ്വസ്തതയിൽ നമ്മൾ ഓരോരുത്തരും ശരണപ്പെടുക. എല്ലാ ഭാരങ്ങളും, നമ്മെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത്. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ കർത്താവ്. പരിശുദ്ധ വചനം പറയുന്ന നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കേ. നമ്മളിത് കെട്ടിപ്പിടിച്ച് അസ്വസ്ഥപ്പെട്ട് പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ കാട് കയറി ഭാരപ്പെട്ട് നമ്മുടെ പ്രഷർ കൂട്ടി, ഷുഗർ കൂട്ടി, മനസ്സിന്റെ ആ സമനില തെറ്റി എത്ര പേരെന്ന് വിഷാദത്തിലായിരിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഉത്കണ്ഠകളും ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാണെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ആത്മാവിനെ വർഷിക്കണമേ, അങ്ങയുടെ പരിശുദ്ധമായ വചനങ്ങളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ആവശ്യമായ വചനങ്ങൾ നൽകുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരഘോഷത്തോടെ എല്ലാവരും പാടി ആരാധിക്കുകയാണ്. Our God is Jehovah Jireh. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്, നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും മതിയായവനായ ദൈവം, Almighty God, All Sufficient God, El Shaddai. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയിൽ
അങ്ങയുടെ പരിശുദ്ധമായ വചനങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് പാടി ആരാധിക്കുക. ദൈവമഹത്വം ഇറങ്ങുന്ന സമയം, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം, കരമടിച്ചു പാടുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കാരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കാരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച്, കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ആത്മാവിനെ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ തുറക്കണമേ. സത്യവചനത്തിനായി, കർത്താവിന്റെ നിർമ്മലവചനങ്ങൾക്കായി എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. കുടുംബങ്ങളിലേക്ക് വരിക, സമൂഹങ്ങളിലേക്ക് വരിക, വിശ്വാസം വർദ്ധിപ്പിക്കുക. ആത്മാവേ, come Holy Spirit, come Holy Spirit. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ, തലമുറകളെ, പരിശുദ്ധ സഭയെ ആത്മാവേ ശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, ശക്തീകരിക്കണമേ, അഭിഷേചിക്കണമേ. Bless, bless, bless Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. എത്രയോ അത്ഭുതകരമായിട്ടാണ് ഓരോ ദിനവും നമ്മെ അവിടുന്ന് പരിപാലിക്കുന്നത്. ദൈവത്തിന്റെ പരിപാലന നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ദിനം പ്രതി കർത്താവ് കരം പിടിച്ച് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, പല വിധത്തിലുള്ള പൈശാചിക പോരുകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, എന്തുമാത്രം വിനാശകരമായ ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കർത്താവ് അത്ഭുതകരമായി നമ്മെ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു, പരിപാലിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, ദൈവ പരിപാലനയിൽ സംശയിക്കരുത്. ദൈവ പരിപാലനയിൽ സംശയിക്കരുത്. ഇന്ന് വളരെ ആകുലതകളും ഉത്കണ്ഠകളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, വിട്ടുമാറാത്ത പരാജയങ്ങള്, രോഗപീഠകള്, മാനസികമായ അസ്വസ്ഥതകള്, കുടുംബ തകർച്ചകള്, സാമ്പത്തിക
പരാധീനതകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, ദാമ്പത്യ ജീവിതങ്ങളിലെ ശിഥിലീകരണങ്ങള് എന്നു വേണ്ട പലപ്പോഴും നമുക്ക് ആനന്ദിക്കാൻ പ്രത്യാശിക്കാനും വകയില്ലാത്ത ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ദിനം പ്രതി പെരുകി 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 വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിലേക്ക് നമ്മൾ നോക്കണം. എന്തുമാത്രം പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഇതിന്റെ നടുവിൽ എന്നെയും നിങ്ങളെയും കാക്കുവാനും നമ്മെ പരിപാലിക്കുവാനും ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവായ ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവേ ഇരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. ഈ തിരുവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ആ സ്ഥലത്തിന് അബ്രഹാം യാഹവേ ഈരെ എന്ന് പേരിട്ടു. ജഹോവ ചൈറെ. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. എന്റെ സഹോദരങ്ങളെ, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. തന്റെ ഏക മകനായ ഇസഹാക്കിനെ ദഹനബലി അർപ്പിക്കുവാൻ കർത്താവ് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ഈ ആവശ്യപ്രകാരം മോറിയ മലയുടെ മുകളിൽ ബലിപീഠം പണിത് തന്റെ ഏക മകൻ ഇസഹാക്ക്, അത് വാഗ്ദാന പുത്രനാണ്, ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ദൈവമായ കർത്താവ് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. ഇതാ ആ മുൾച്ചെടിയിൽ കുരുങ്ങിക്കിടക്കുന്ന കുട്ടാടിനെ നീ ബലിയർപ്പിക്കുക, നിന്റെ മകൻ ഇസഹാക്കിന് പകരം. എന്റെ സഹോദരങ്ങളെ, ഒരു വലിയ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെയാണ് നമ്മുടെ അബ്രഹാം കടന്നുപോയത്. നമ്മുടെ പൂർവ്വപിതാവാണ്. എന്നാൽ ഈ വിശ്വാസത്തിന്റെ പരിശോധനയിൽ വളരെ വിശ്വസ്തയോടെ ആ പരിശോധനയെ അബ്രഹാം അതിജീവിക്കുകയാണ്. അവസാനം വരെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും ദൈവമായ കർത്താവിന്റെ പരിപാലനയിലും അബ്രഹാം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ അബ്രഹാം ആകെ ചിതറിപ്പോകുമായിരുന്നു. അവൻ ഒരിക്കലും ഈ ദൈവ പ്രവൃത്തിയോട് സഹകരിക്കില്ലായിരുന്നു. സഹോദരങ്ങളെ, അബ്രഹാമിന് മനസ്സിലായി, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല തന്നെ വിളിച്ചിരിക്കുന്ന ദൈവമായ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അബ്രഹാം മോറിയ മലയുടെ മുകളിൽ ദൈവത്തിന്റെ അനന്തമായ കരുതല്, തന്നോടുള്ള പ്രൊവിഡൻസ്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നെ ആശ്രയിക്കുന്നവർക്ക് ഏത് കാലത്തും ഏതു നേരത്തും തന്റെ പരിപാലനയുടെ അത്ഭുത കരങ്ങൾ നീട്ടിക്കൊടുക്കുവാൻ ശക്തനാണ് ദൈവമായ കർത്താവെന്ന് അബ്രഹാം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ന്റെ 14-ാം തിരുവചനത്തിലൂടെ. ആ സ്ഥലത്തിന് അബ്രഹാം യാഹവേ ഈരെ എന്നാണ്. യാഹവേ ഈരെ എന്നുള്ള ആ ഹെബ്രായ വാക്കിനർത്ഥം ദ ലോർഡ് വിൽ പ്രൊവൈഡ്. കർത്താവ് പ്രദാനം ചെയ്യും, കർത്താവ് നൽകും. നമ്മുടെ ആത്മീയം ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. യാഹവേ ഈരെ എന്ന് പേരിട്ട് അബ്രഹാം വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നവനാണ്. കർത്താവിന്റെ പ്രൊവിഡൻസ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയണം. ഒരുപാട് സാമ്പത്തിക ഞെരുക്കങ്ങള് കുടുംബങ്ങളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, ആത്മീയ മിനിസ്ട്രികളിൽ എന്ന് വേണ്ട എല്ലാ ലോകം മുഴുവനിലും വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഞെരുക്കത്തിന്റെ നാളുകളിൽ, ഈ ക്ഷാമത്തിന്റെ സമയത്ത് കർത്താവിന്റെ പരിപാലനയിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾ എന്ത് കുടിക്കും, എന്ത് ഭക്ഷിക്കുമെന്ന് നിങ്ങൾ ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. ഇതേ വചനം
31-ാം വചനത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട, ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. ഭക്ഷണത്തെ കുറിച്ചോ, നിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രത്തെ കുറിച്ചോ, നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. എന്റെ സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് പറയാൻ എന്തൊരു സന്തോഷം, എന്ത് സുഖകരമായ കാര്യമാണ്. പലപ്പോഴും ജീവിതം വഴിമുട്ടി നിന്ന് നട്ടം തിരിയുമ്പോൾ, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ആകുലപ്പെടുമ്പോൾ, എപ്പോഴും സഹോദരങ്ങളെ നമുക്കിതിൽ ചങ്കുറപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ പ്രതിസന്ധിയുടെ മലകൾ ഉയർന്നു നിൽക്കുന്നു. ഒരു ഭാഗത്ത് വലിയ കടബാധ്യത, മറുഭാഗത്ത് വിട്ടുമാറാത്ത രോഗങ്ങള്, മറ്റു ഭാഗത്ത് പലവിധത്തിലുള്ള അസ്വസ്ഥകളും കലഹങ്ങളും മാനസിക ക്ലേശങ്ങളും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ടെന്ന് വ്യക്തമായി ആത്മാവ് പറയുന്നു. ഇവിടെ കർത്താവ് പറയാണ്, ഇത് കർത്താവിന്റെ വചനമാണ്. ഒരിക്കലും നമ്മുടെ കർത്താവ് കള്ളം പറയുന്നില്ല, വാക്കു പറഞ്ഞ് ചതിക്കുന്നില്ല. തന്റെ വചനങ്ങളോടും തന്റെ ഉടമ്പടികളോടും വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ, ഇത് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ 32 വർഷമായി എന്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേല ചെയ്ത് തുടങ്ങിയതാണ്. എന്റെ സഹോദരങ്ങളെ, എന്തുമാത്രം പ്രതിസന്ധികളിൽ കടന്നു പോകാൻ കർത്താവ് അനുവദിച്ചു. ഒരുപാട് പ്രതിബന്ധങ്ങളും മലകൾ ഉയർന്നു നിന്നു. ഞെരുക്കങ്ങളുടെയും സഹനങ്ങളുടെയും വലിയ ക്ലേശങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിച്ചു. എന്നാൽ മുങ്ങിപ്പോകുവാനോ തകർന്ന് തരിപ്പണമായി തീരാനോ ഒരിക്കലും ഇന്നോളം കർത്താവ് അനുവദിച്ചിട്ടില്ല. കാരണം അവിടുത്തെ വിശ്വസ്തനായ ദൈവമാണ്. പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത സഹോദരങ്ങളെ? സഹനങ്ങൾ ആർക്കാ ഇല്ലാത്ത? വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇല്ലാത്ത ഏതെങ്കിലും ജീവിതങ്ങളുണ്ടോ? മനുഷ്യ ജീവിതങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നൊമ്പരങ്ങളിലും വേദനകളിലും നമ്മളെ കൈവിടാതെ, നമ്മെ വിട്ടു മാറിപ്പോകാതെ നമ്മളെ പരിപാലിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മൾ മറന്നു പോകരുത്. അതാ കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന് അറിയുന്നില്ലേ? അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 4:6 നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട. സഹോദരങ്ങളെ, എന്താണ് ആകുലത? വാട്ട് ഈസ് ആങ്സൈറ്റി? ജീവിതത്തിന്റെ വ്യഗ്രത, ജീവിതത്തിന്റെ ആകുലത എന്നൊക്കെ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിപാലനയിലുള്ള സംശയമാണ് ആകുലത. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിന്റെ പ്രൊവിഡൻസിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു വ്യക്തി എത്ര പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ ആകുലപ്പെടില്ല സഹോദരങ്ങളെ. കാരണം ഇന്നലകളിൽ വഴി നടത്തിയ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ പരിപാലനയും ആവോളം ആത്മാവ് അനുഭവിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിയമാവർത്തനം 8:4 അവിടെ കർത്താവ് തന്റെ ജനത്തോട് ചോദിക്കുക, 40 സംവത്സരങ്ങൾ ഞാൻ നിങ്ങളെ മരുഭൂമിയിലെ വഴി നടത്തിയില്ലേ? നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകുകയോ കീറിപ്പോവുകയോ ചെയ്തില്ലല്ലോ. അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ മികവ് കൊണ്ടല്ല സഹോദരങ്ങളെ, പഴകിപ്പോകാത്ത കീറിപ്പോകാത്ത അഭിഷേകം തന്റെ ജനത്തിലേക്ക് കർത്താവ് പകർന്നു. ഇറ്റ്സ് എ പ്രൊവിഡൻസ്. അത് കർത്താവിന്റെ പരിപാലനയാണ്. കർത്താവിന്റെ പരിപാലനയുടെ കരങ്ങൾ അവരുടെ മേലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ കരങ്ങൾ ഇന്ന് എന്റെയും നിങ്ങളുടെ മേലുണ്ട്, നമ്മുടെ കുടുംബങ്ങളുടെ മേലുണ്ട്. നമ്മൾ എന്തുമാത്രം പ്രതിസന്ധി അനുഭവിക്കുന്നവരാകട്ടെ സംശയിക്കരുത്, നമ്മൾ അവിശ്വസിക്കരുത്. കർത്താവിന്റെ പരിപാലനയിൽ പൂർണ്ണമായും എന്റെ സഹോദര സഹോദരി നമ്മൾ ചങ്കുറപ്പിക്ക്, അവിടെ അവന്റെ പ്രവൃത്തികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അനുഭവങ്ങളിട്ട് പോകാത്തതിനെ കാരണം, പോയാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. എന്തുമാത്രം അനുഭവങ്ങൾ ദൈവപരിപാലനയെ കുറിച്ച് നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങളെ. ദൈവം ചോദിക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴുകുകയോ കീറുകയോ ചെയ്തില്ലല്ലോ.
നിങ്ങളുടെ കാലുകൾ വിങ്ങിപ്പോയില്ലല്ലോ, നിങ്ങളുടെ ചെരുപ്പുകൾ തേഞ്ഞ് തീർന്നില്ലല്ലോ. അവിടെ എല്ലാം ദൈവം അഭിഷേകം കൊടുത്ത അനോയിന്റിങ്. അനോയിന്റിങ് എന്താ? അത് പ്രൊവിഡൻസിന്റെ അഭിഷേകമാണ്, പരിപാലനയുടെ അഭിഷേകമാണ്. പ്രിയ സഹോദരൻ, നിന്റെ ഉള്ളിലുള്ള സംശയം മാറിപ്പോകട്ടെ. സഹോദരി, നിന്റെ ഹൃദയത്തിലുള്ള ദുഃഖം നീങ്ങിപ്പോകട്ടെ. കർത്താവ് വചനം അയച്ച് നിന്നെ സുഖപ്പെടുത്തുകയാണ്. തന്റെ പരിശുദ്ധമായ വചനത്തിന് അനന്ത ശക്തിയാൽ ആയിരങ്ങളെ ആത്മാവ് ഈ സമയം ബലപ്പെടുത്തുകയാണ്. സ്തുതിക്കുന്നു ആത്മാവേ, വരിക 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 പരിശുദ്ധാത്മാവേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവപരിപാലനയുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ. ജീസസ് ജീസസ് ജീസസ്. വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് സഭയെ വീണ്ടും പഠിപ്പിച്ചു. തെസ്സലോനിക്ക സഭയ്ക്ക് 1 ലേഖനം 5:24, നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഒരിക്കലും നമ്മളെ ചതിക്കില്ല സഹോദരങ്ങളെ. പ്രശ്നങ്ങളിൽ നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിന്റെ പ്രൊവിഡൻസിൽ വിശ്വസിക്കുക. ശാലോം പോലതുപോലെ മാധ്യമ ശുശ്രൂഷകൾ ഓരോ മാസം കടന്നു പോകണമെങ്കിൽ കോടികളുടെ ചെലവുണ്ട് സഹോദരങ്ങളെ. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തൂല്ല എന്ന് പറയില്ല, ഒരു അന്തവുമില്ല. പക്ഷേ ഈ ക്ഷാമകാലത്തും ക്ലേശകാലത്തും കർത്താവ് കൃപയോടെ നയിക്കുന്നു. ഞെരുക്കങ്ങളുണ്ട്, കഷ്ടപ്പാടുണ്ട്, എങ്കിലും അത്ഭുതകരമായി കരം പിടിച്ച് കർത്താവ് പരിപാലിക്കുന്നു. ആമേൻ. ഇതാണ് കർത്താവിന്റെ വിശ്വസ്തത. എബ്രായ പുസ്തകം 10:23 വചനം പറയുന്നു, നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കർത്താവിന്റെ രാജ്യമാണ്, കർത്താവിന്റെ നീതി. പ്രോമിസ് എന്താണ്? നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. സഹോദരങ്ങളെ, ഈ വചനത്തിൽ ഉറപ്പിൽ വിശ്വസിക്കുക. നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. തകർന്നിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നു, ഭാരപ്പെട്ടിരിക്കുന്നവരെ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്നവരെ, മനം തകർന്ന മക്കള്, കുടുംബം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. എല്ലാം താറുമാറായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന 10,000 ഈ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, ബിലീവ്. കർത്താവിന്റെ പ്രൊവിഡൻസിൽ, പരിപാലനയിൽ ഞാനും നീയും വിശ്വസിക്കേ. അവിടെ മഹത്വം കാണാം, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, അവിടെ ദൈവപരിപാലനയുടെ അത്ഭുതം കാണാം. കർത്താവിനെ ചങ്കായി സ്വീകരിച്ച്, അവിടുത്തെ വചനങ്ങളെ ചേർത്ത് പിടിച്ച്, അവിടുത്തെ പ്രൊവിഡൻസിൽ ആശ്രയിച്ച് നമുക്ക് ഈ വിശ്വാസയാത്ര കർത്താവിന്റെ കൂടെ നടത്താം. നമ്മൾ പാടിയില്ലേ, കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം